സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങളിപ്പോൾ വൃന്ദാവൻ ഗാർഡനിലെത്തി. വഴിയൊട്ടും തെറ്റിയില്ല, കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തി. ഇന്ന് സത്യം പറഞ്ഞാൽ അല്പം തിരക്കായിരുന്നു. മൈസൂരിലെ അനവധി കാഴ്ചകൾ പറഞ്ഞാൽ തീരുവും. മൈസൂർ പാലസ്, മ്യൂസിയം, അതുപോലെ തന്നെ ചാമുണ്ഡി ഹിൽസിൽ ചെന്നപ്പോൾ തുമ്പിക്കൈ വണ്ണത്തിൽ വാഴ. പക്ഷേ ആ മഴയെ ഞങ്ങൾ വകവച്ചില്ല. അരമണിക്കൂറിലേറെ നേരം ഞങ്ങൾ അവിടെ കാത്തു നിന്നു. മൊത്തം കാഴ്ചകളും കണ്ടിട്ടാണ് ഞങ്ങൾ ആ മല ഇറങ്ങിയത്. അവസാനം വൈകിയാണെങ്കിൽ പോലും ഞങ്ങൾ വൃന്ദാവൻ ഗാർഡനിലെത്തി. അവിടുത്തെ ഫ്ലവർ ഷോ, അവിടുത്തെ വാട്ടർഫോൾസ് എന്ന് വേണ്ട ഇവിടുത്തെ സുന്ദരമായ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ വളരെ ആനന്ദ തിമിർപ്പിലാണിപ്പോൾ ഉള്ളത്. സത്യം പറയട്ടെ, ഇപ്പോൾ എൻ്റെ അടുത്ത് ആരും രാവിലെ എൻ്റെ കൂടെ യാത്ര തിരിക്കുമ്പോൾ മുഴുവൻ പേരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവകൃപ എന്ന് പറയട്ടെ, ഇപ്പോൾ ഒറ്റ ഓർമ്മ എൻ്റെ അടുത്തില്ല. പേടിക്കേണ്ട കാര്യമില്ല. അവരിവിടെ തൊട്ടടുത്തൊക്കെ കടകളിലും അവരുടേതായ പ്രവർത്തന കേന്ദ്രങ്ങളും വിട്ടിരിക്കുക. പലരെ കാണാനും പലരെ കണ്ടുവെക്കാനും പല പല പണികളാണല്ലോ. പ്രത്യേകിച്ച് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ആൾക്കാരാകുമ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേകത അവർക്കുണ്ടാവുമല്ലോ. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരല്ലേ, അവർ നേരിട്ട് എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറാൻ പോകുന്നവരുമാണ്. ഏതായിരുന്നാലും വേണ്ടില്ല, നാളെ രാവിലെ മൈസൂരിലെ എയർപോർട്ടും അതിനോടൊപ്പമുള്ള കാഴ്ചകളും ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ബാംഗ്ലൂരിലേക്ക്. ഏതായിരുന്നാലും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. ഓൾ ദ ബെസ്റ്റ്.